അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പഴയകാലം മുതൽ തന്നെ കേൾക്കാറുള്ളത് പോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ യുഹ്ഷ അലൈഹി സൂഉൽ ഖാത്തിമ എന്ന് ചില കിതാബുകളിൽ കാണാം. അവൻ്റെ അന്ത്യം മോശമായി പോകാൻ അത് കാരണമായിത്തീരും. അള്ളാഹു തആല കാക്കട്ടെ. പറഞ്ഞു വന്നത്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ചില ദിക്റുകളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിസ്കാരത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ്. മർഹബൻ ബിൽ ഖായിലി ആദില മർഹബൻ ബിസ്സലാത്തി അഹ്ല. മർഹബൻ ബിൽ ഖായിലി ആദില മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന് അവൻ ചൊല്ലണം. എന്നാൽ പിന്നെ ബാങ്കിൻ്റെ ഓരോ വാചകങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൂടെ നമ്മൾ അതേ പ്രകാരം അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്നും, അതേപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും, അതേപോലെ തന്നെ അവസാനം അല്ലാഹു അക്ബർ പറയുന്ന സമയത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലൽ ഇവിടെ സുന്നത്താണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്ന സമയത്ത് തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയതിന് ശേഷം മർഹബൻ ബി ഹബീബി വഖുറത ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി തള്ളവിരൽ ചുംബിച്ചിട്ട് കണ്ണിലേക്ക് തടകൽ, അത് മഹാന്മാരിവിടെ പഠിപ്പിക്കുന്നത് കാണാം. എന്നാൽ എന്താണ് അതിൻ്റെ നേട്ടം? ലം യർമിദ് അബദൻ, ഒരിക്കലും അവൻ്റെ കണ്ണിന് നാശം സംഭവിക്കൂല എന്ന് ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നത് കാണാം. എന്നാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ആളുകൾ ചൊല്ലേണ്ടത് ഹയ്യ അലസ് സ്വലാ എന്ന് തന്നെ തിരിച്ച് പറയുന്നതിന് പകരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇങ്ങനെയാണ് ഓരോ ബാങ്കുകളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ സുബഹി ബാങ്ക് ആവുന്ന സമയത്ത് സുബഹി ബാങ്കിൽ പ്രത്യേകം ബാങ്ക് വിളിക്കുന്നയാൾ ചൊല്ലിന് സുന്നത്തുള്ള ഒന്നാണല്ലോ അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്നാൽ ഈ സമയത്ത് ഈ കേൾക്കുന്ന ആളുകൾ എന്താണ് ചൊല്ലേണ്ടത്? സ്വദഖത വബരിഴ്ത, ഒന്നുകിൽ സ്വദഖത വബരിഴ്ത എന്ന് മാത്രം പറയാം, സ്വദഖത ബരിഴ്ത വാന അലാ ദാലിക മിന ഷാഹിദീൻ എന്നും പറയാം. എന്നാൽ ബാങ്ക് പോലെ തന്നെ നമ്മൾ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആളുകൾ അതുപോലെ ജവാബ് ചൊല്ലൽ അവിടെയും സുന്നത്തുണ്ട്. എന്നാൽ ഇഖാമത്തിൽ പറയേണ്ട രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ഖദ് ഖാമത്തി സ്വലാഹ് എന്ന് ഇഖാമത്തിൽ സാധാരണയായി എക്സ്ട്രാ പറയാറുണ്ടല്ലോ. ആ സമയത്ത് എന്താണ് ഈ കേൾക്കുന്ന ആളുകൾ ചൊല്ലേണ്ടത്? അവിടെ അഖാമഹുല്ലാഹു വ അദാമഹ എന്നോ അല്ലെങ്കിൽ അഖാമഹുല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സാലിഹി അഹ്ലിഹ എന്നും നിങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കൽ കൊണ്ട് ഒന്നുകിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അവിടെ എഴുതി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വേണ്ട ദിക്റുകൾ നിങ്ങൾക്ക് നോക്കി പഠിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ വിളിച്ചാൽ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിയതിന് ശേഷം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിയതിന് ശേഷം അവിടെ നടത്തേണ്ട ഒരു ദുആയുണ്ട്. അവിടെ മഹാന്മാർ പഠിപ്പിച്ചു തന്നത് അത് വളരെ ദുആഇന് ഇജാബത്തുള്ള ഒരു സമയമാണ്. ആ ദുആ വളരെ പ്രധാനപ്പെട്ട ദുആയാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. എന്നാൽ കൂട്ടുകാരെ, ഏതാണ് ആ ദുആ? അവിടെ വാരിദായി വന്ന ഒരു ദുആ ഉണ്ട്. അതിന് പുറമെ നമുക്ക് എന്തും ദുആ ചെയ്യാം. അത് പ്രത്യേകം ഇജാബത്തുള്ള ഒരു ദുആയാണ്. ഇരിക്കട്ടെ, വാരിദായി വന്ന ദുആ ഏതാണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി സയ്യിദിനാ മുഹമ്മദിനിൽ വസീല വൽ ഫദീല വദ്ദറജത്തുർ റഫീഅ വബഅതുഹു മഖാമൻ മഹ്മൂദിൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്
ഒന്നും കൂടി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി സയ്യിദിന മുഹമ്മദിനിൽ വസീല വൽ ഫളീല വദ്ദറജത്തുർ റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഈ ദുആ നമുക്ക് നടത്താവുന്നതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ദുആ നടത്തിയതിന് ശേഷം അഥവാ വാങ്കൊടുത്തതിന് ശേഷം ഇഖാമത്തിൻ്റെ ഇടയിൽ നമുക്ക് ആയത്തുൽ കുർസി ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ഈ ആയത്തുൽ കുർസിക്ക് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ പറയുന്നത് കാണാം. ആയത്തുൽ കുർസി നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് പുറമേക്ക് നമ്മൾ ചൊല്ലാറുള്ളത് പോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ മുഴുവൻ സമയങ്ങളും നമ്മൾ ഇബാദത്താക്കി മാറ്റുമ്പോൾ അല്ലാഹു തആലയുടെ പ്രത്യേകം സഹായങ്ങളും അവൻ്റെ പ്രത്യേകമായ അവൻ നൽകുന്ന ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കരഗതമാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.